അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. 1/2 കിലോ ചിക്കൻ എടുത്തിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഒന്ന് വേവിക്കുക, 2 വിസിൽ. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് 3 സവാള കുറച്ച് മുറിച്ച് ലേശം എണ്ണ ഒഴിച്ച് വാട്ടിയെടുക്കുക. അത് വാടിയതിന് ശേഷം അതിലേക്ക് 2 തക്കാളി കുറച്ച് മുറിച്ചത് അതും വാട്ടിയെടുക്കുക. അത് വാടിയതിന് ശേഷം ഇനി പൊടികൾ ഇട്ട് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കുക. ഇനി തീ ഓഫാക്കുക. ഇനി അത് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 30 ഗ്രാം അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. ഇനി ചൂടാറിയതിന് ശേഷം സവാള വഴറ്റിയത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക. ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടെടുക്കുക. അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂത്തതിന് ശേഷം വേവിച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ഒഴിച്ചെടുക്കുക. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക. 1/2 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടെടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇനി നല്ലതുപോലെ തിളപ്പിക്കുക. ഇനി അതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുക. കയ്യിലിട്ടിട്ട് നല്ലതുപോലെ പൊടിച്ചിട്ട് ഇട്ടെടുക്കുക. ഇനി അരച്ച് വെച്ച സവാള അല്ല അത് പേസ്റ്റ് അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയൊരു കറിയാണിത്. നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറാട്ടൻ്റെ കൂടെയൊക്കെ. ഇതാണ് കസൂരി മേത്തി. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യിട്ട് കൊടുക്കുക. ഡാർക്ക് നെയ്യാണ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് അരച്ച് വെച്ച അണ്ടിപ്പരിപ്പ് ഒഴിച്ച് കൊടുക്കുക. മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അത് വീഡിയോ എടുത്തപ്പോൾ വിട്ടുപോയതാണ്, ഓഫായിപ്പോയി. സർവീസ് ഡിഷിലേക്ക് മാറ്റി. എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കുക.